ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ ചക്കയുടെയും മാങ്ങയുടെയൊക്കെ സീസണല്ലേ, അപ്പോൾ മിക്കവരുടെ വീട്ടിലും ചക്കയും മാങ്ങയൊക്കെ കാണും. ആ ചക്കയൊക്കെ കഴിച്ച് ബാക്കി വന്ന ചക്കക്കുരുവും കാണും. അങ്ങനെയാണെങ്കിൽ ആ ചക്കക്കുരു വെച്ച് എല്ലാവർക്കും ഇഷ്ടമുള്ള ചക്കക്കുരു മാങ്ങയും ഉണക്കച്ചെമ്മീനും കറിയായാലോ ഇന്ന്. അതിനുവേണ്ടി ഈ ചക്കക്കുരുവൊക്കെ ആദ്യം ഒന്ന് പീൽ ചെയ്തെടുക്കാം. ഇതിന് വേണ്ട ബാക്കി ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. പീൽ ചെയ്ത് വെച്ച് ചക്കക്കുരു കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്, മാങ്ങ എടുത്തിട്ടുണ്ട്, ആവശ്യത്തിന് പച്ചമുളക് എടുത്തിട്ടുണ്ട്, ചെറിയുള്ളി എടുത്തിട്ടുണ്ട്, വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് ഉണക്കച്ചെമ്മീനാണ്. പിന്നെ കറിവേപ്പില എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് അരക്കാൻ ആവശ്യമായ തേങ്ങയും മഞ്ഞൾപ്പൊടിയും മല്ലിയും വറ്റൽമുളകുമാണ്. ഇനി കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ചക്കക്കുരു കുക്കറിൽ വേവാൻ ആവശ്യമായ വെള്ളവും ഉപ്പും ചേർത്ത് വേവിക്കാൻ വെക്കാം. ഇനി ഇത് അടച്ചു വെച്ച് 2 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം. ഇനിയൊരു മൺചട്ടി അടുപ്പിൽ വെച്ച് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഉണക്കച്ചെമ്മീൻ വറുത്തെടുക്കാം. നന്നായിട്ട് വെള്ളമൊക്കെ വറ്റി ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇനി കറിക്ക് വേണ്ട അരപ്പ് തയ്യാറാക്കി എടുക്കാം. അതിനായി വറ്റൽമുളകും മല്ലിയും മിക്സിയുടെ ജാറിലേക്ക് ഇടുന്നുണ്ട്. കൂടെ ചിരണ്ടി വെച്ച തേങ്ങയും, കൂടെ 2 ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും 2 പച്ചമുളകും കൂടി ഇടുന്നുണ്ട്. കുറച്ച് ഉണക്കച്ചെമ്മീനും കൂടി ഇതിലേക്കിട്ട് അരച്ചെടുക്കാം. ഇനി ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് അരച്ചെടുക്കുന്നുണ്ട്. അരപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കറി വെക്കാനായിട്ട് മണ്ണിൻ്റെ ചട്ടിയാണ് എടുത്തേക്കുന്നത്. ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചക്കക്കുരു ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങ ഇട്ട് കൊടുക്കാം. കൂടെ ഒരു പച്ചമുളക് ഇടുന്നുണ്ട്, 2 ചെറിയ ഉള്ളി, ഒരു 3 വെളുത്തുള്ളിയും കൂടി ഇട്ടിട്ടുണ്ട്. ഇതൊന്ന് ആവി വരട്ടെ. ഇത് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരപ്പൊഴിച്ചു കൊടുക്കാം. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഉണക്കമീനിൽ ഉപ്പുണ്ടാവും, അത് നോക്കിയിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഉണക്കച്ചെമ്മീൻ ഇട്ട് കൊടുക്കാം. ഈ ചെമ്മീനും കൂടി ഇതിൽ കിടന്നൊന്ന് വേവട്ടെ. അപ്പോഴത്തേക്കും വറുത്തിടാം. നല്ലൊരു മണമൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വറുത്തിടാം. ഇതിലേക്കൊരു കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് കടുക് ഇടുന്നുണ്ട്. രണ്ട് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. കറിവേപ്പില കൂടി ഇടുന്നുണ്ട്. കുറച്ച് വറ്റൽമുളക്. ഇനി ഇത് ഇതിലേക്ക് ഒഴിച്ചെടുക്കാം. ടേസ്റ്റി ആയിട്ടുള്ള ഉണക്കമീൻ ചക്കക്കുരു മാങ്ങാക്കറി റെഡി ആയിട്ടുണ്ട്. നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടെ ആ ബെൽ ബട്ടണും കൂടി എനേബിൾ ചെയ്ത് വെക്കുക. എന്നാലേ ഞാനിടുന്ന വീഡിയോസ് നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ. എല്ലാവരും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റായി അറിയിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.